ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാൻ ആരെയാ പോയി സ്വാധീനിച്ചത്? ഞാൻ ആരെ സ്വാധീനിക്കാനാണ്? ഈ പാവപ്പെട്ട ഞാൻ ഈ ലോട്ടറി കച്ചവടം ചെയ്തോണ്ടിരിക്കുന്ന എന്നെ ആർക്കും അറിയില്ല. ഇവിടെയുള്ള ഇട്ടാവട്ടത്തിലുള്ള കുറെ ആൾക്കാർക്ക് മാത്രമേ അറിയൂ. പിന്നെ എങ്ങനെയാ? ഞാൻ കേന്ദ്ര സർക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഈ ലോട്ടറി തട്ടിൽ ഇവിടെ ഇരുന്നിട്ട് അവിടെ പോയി സ്വാധീനിച്ച് മകൻ അവാർഡ് മേടിച്ചു കൊടുത്തു. അതിനും മാത്രം കഴിവ് എനിക്കുണ്ട്. അച്ഛനെ തലകറക്കി വീണു ഇതൊക്കെ കേട്ടപ്പോ. എനിക്ക് ഒരു വല്ലാഴിമ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, അച്ഛനെ ഭയങ്കര ടെൻഷനായി ഇതൊക്കെ കണ്ടപ്പോ. ഇപ്പൊ ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയും വേറെ ഇതിലാണ്. അന്നത്തെ ദിവസം എത്ര ടിക്കറ്റ് കൊടുത്തെന്നോ വിറ്റെന്നോ ആരൊക്കെ കാശ് തന്നോ ഒന്നും അറിയില്ല. അത്ര ടെൻഷനായിരുന്നു. എവിടെ ഇരുന്നപ്പോഴാണ് ഇത് അറിയുന്നത്? ഈ ലോട്ടറി തട്ടിൽ ഇരുന്നപ്പോഴാണ് തന്നെ ഇരുന്നപ്പോഴാണ് അറിയുന്നത്. ആര് വിളിച്ചത്? അഖില വിളിച്ചു പറഞ്ഞു? അതെ 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 അതെ. അച്ഛൻ ആദ്യമേ പിടികിട്ടിയില്ല എന്താണെന്ന്. അച്ഛൻ നിർത്തി പറ. അല്ല, അറിയാമായിരുന്നു ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഈ യുവ പുരസ്കാരം, ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ വലിയ ധാരണ ഉണ്ടായിരുന്നു. ഒരു ധാരണയില്ല, ഒരു ധാരണയില്ല. അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തുമില്ല. അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ സാധാരണ ഉള്ള ജീവിതമല്ലേ. അതെ, ചെത്തൊഴിലാളിയായിട്ട് തുടങ്ങിയ ജീവിതമാണ്. അതെ അതെ, സത്യം. അങ്ങനെ തുടങ്ങി പിന്നെ മേലെ വിവിധ ജോലികൾ ചെയ്തിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ അടക്കം നിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇത് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഹാർട്ടിന്റെ. അത് കഴിഞ്ഞ ശേഷം മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ അഖില് കയ്യിൽ നിന്ന് പൈസയൊക്കെ കണ്ടെത്തിയും പിന്നെ ആളുകളോടൊക്കെ പൈസ മേടിച്ചും പുസ്തകമൊക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സാധാരണക്കാരായിട്ട് ഈ പാതിരപ്പള്ളിക്കാരൻ ഇവിടെ എവിടം വരെ എത്താനാകും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഭയം ഉണ്ടായിരുന്നു. അതെ, ഈ പൈസയൊക്കെ അല്ലേ. അതെ അതെ, ഭയം. അങ്ങനെ തന്നെയല്ല പുള്ളി മോനെന്ന് പറയുമ്പോ ഒരു നല്ല ഒരു ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാകണമെന്നുള്ള ചിന്തയായിരുന്നു എന്റേത്. ഏതൊരു സാധാരണ അതായിരുന്നു. പക്ഷെ ബേസിക്കലായിട്ട് ഇത് കൊണ്ടുപോയിക്കൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഈശ്വരൻ കടാക്ഷിച്ചിട്ട് കിട്ടിയതാണ്.